ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഞ്ചിൻ്റെ റെസിപ്പീസാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത് മോര് കാച്ചുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. മൺചട്ടി ചൂടാകുമ്പോൾ നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് അല്പം കടുക് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു പിഞ്ച് ഉലുവിട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു സവാള ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് തൈര് വെള്ളം കൂടി മിക്സ് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനി തിളച്ച് വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ ഒരു റെസിപ്പി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത റെസിപ്പി നോക്കാം. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അതിന് വേണ്ടി 4 ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി ചമ്മന്തിയാണ് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇത് നമുക്ക് കല്ലിലൊന്നിട്ട് ചതച്ചെടുക്കാം. ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം പുളി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ വളരെ ടേസ്റ്റുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റം കൂടി നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ഐറ്റം റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് അടുത്ത മറ്റൊരു സിമ്പിൾ റെസിപ്പി കാണാം. മുട്ട കുത്തിപ്പൊരിയാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ പാനിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുനുകുനാന്ന് കട്ട് ചെയ്ത ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വാടി വന്ന സവാളയിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ മുളക് ചേർത്ത് കൊടുക്കാം. ഇനി മുളകൊന്ന് നമുക്ക് മൊരിച്ചെടുക്കണം. ഇതിലോട്ട് നമുക്ക് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇത് നമുക്ക് കുത്തി പൊരിച്ചെടുക്കാം. അടുത്ത റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. നമ്മൾ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞ് നന്നായി കഴുകിയതിന് ശേഷം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. മുട്ട കുത്തിപ്പൊരിച്ച സെയിം പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് നീളത്തിൽ ചെറുതായി കട്ട് ചെയ്ത പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം.
1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട, നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് കേട്ടോ, അതേസമയം തന്നെ വളരെ സിമ്പിളാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാനിവിടെ 4 സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് ഇവിടെ കാണിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.